ഗുഡ് ഈവനിങ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഫ്രാൻസിസ് ബേക്കൻ എഴുതിയ ഓഫ് സ്റ്റഡീസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എസ്സേയാണ്. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. സോ ഫസ്റ്റ് ഫ്രാൻസിസ് ബേക്കനെ പറ്റി നമുക്ക് നോക്കാം. ഹി വാസ് ബോൺ ഓൺ 22nd January 1561 and he was an English philosopher and a statesman, and he was called father of essays and father of empiricism. എന്താണ് എംപെരിസിസം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? എംപെരിസിസം മീൻസ് നോളേജ് കംസ് ഓൺലി ഓർ പ്രൈമർലി ഫ്രം സെൻസറി എക്സ്പീരിയൻസസ്. അതായത് സെൻസറി എക്സ്പീരിയൻസിൽ നിന്ന് ആണ് പ്രൈമറി ആയിട്ട് നോളജ് വരുന്നതെന്നാണ് എംപെരിസിസത്തിൽ പറയുന്നത്. സോ ഫ്രാൻസിസ് ബേക്കനെ ഫാദർ ഓഫ് എംപെരിസിസം എന്നും ഫാദർ ഓഫ് എസ്സേസ് എന്നും ടൈറ്റിൽഡ് ആണ് അദ്ദേഹം. അത് ഓർത്ത് വയ്ക്കുക, ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് ആണ്. ഇനി നമുക്ക് ഡയറക്റ്റ്ലി ഓഫ് സ്റ്റഡീസിലോട്ട് പോവാം. ഇത് ആദ്യമായി പബ്ലിഷ് ചെയ്യുന്നത് 1597 ഫസ്റ്റ് കളക്ഷൻ ഓഫ് എസ്സേസിലാണ് ഇത് ഈ ഒരു എസ്സേ, അതായത് ഓഫ് സ്റ്റഡീസ് ആദ്യമായിട്ട് പബ്ലിഷ് ചെയ്യുന്നത്. ആ ടൈമിൽ ആ എസ്സേയിൽ 10 എസ്സേസ് ഉണ്ടായിരുന്നു. ഇത് ആ ഒരു കളക്ഷൻ ഓഫ് എസ്സേസിൽ 1597 നമ്മുടെ ഈ ഓഫ് സ്റ്റഡീസ് ഉൾപ്പെടെ 10 എസ്സേസ് ഉണ്ടായിരുന്നു. ആൻഡ് അതിൻ്റെ സെക്കൻഡ് എഡിഷൻ 1612 ആണ് പുറത്തിറങ്ങിയത്. ആ സമയത്ത് അതിൽ 38 എസ്സേസ് ഉണ്ടായിരുന്നു. ആൻഡ് ഫൈനൽ എഡിഷൻ 1625 ഇറങ്ങിയിട്ടുണ്ട്. അതിൽ 58 എസ്സേസ് ഉണ്ടായിരുന്നു. ഫസ്റ്റ് കളക്ഷൻ 1597 പുറത്തിറങ്ങിയത്. ആ ടൈമിൽ 10 എസ്സേസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. സെക്കൻഡ് എഡിഷൻ 1612 ഇറങ്ങിയത്. അപ്പോൾ 38 എസ്സേസ് ഉണ്ടായിരുന്നു. ആൻഡ് തേർഡ് ആൻഡ് ദ ഫൈനൽ എഡിഷൻ ഇറങ്ങിയത് 1625 അപ്പോൾ 58 എസ്സേസ് ഉണ്ടായിരുന്നു. ഓർത്ത് വയ്ക്കുക, ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് ആണ്. സോ നമുക്കിനി ഡയറക്റ്റ്ലി എസ്സേയിലോട്ട് പോവാം. ഈ എസ്സേയിൽ ഫസ്റ്റ് തന്നെ ഫ്രാൻസിസ് ബേക്കൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റഡീസ് സെർവ് ഫോർ ഡിലൈറ്റ്, ഓർണമെൻറ്റ് ആൻഡ് എബിലിറ്റി. അതായത് പഠനം എന്താണ്, എന്തിനൊക്കെ സെർവ് ചെയ്യുന്നത്? ഡിലൈറ്റ് നമുക്കറിയാം അല്ലേ, ഹാപ്പിനെസ്. പിന്നെ ഒരു ഓർണമെൻ്റ് ആയിട്ട്, ഒരു അലങ്കാരമായിട്ട്, പിന്നെ ഒരു എബിലിറ്റി ആണെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഡിലൈറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒറ്റയ്ക്കിരിക്കുന്ന സമയത്ത്, ബുക്ക് വായിക്കുന്ന സമയത്ത് നമുക്കൊരു പ്ലഷർ കിട്ടും അല്ലേ. പിന്നെ ഓർണമെൻ്റ് ആയിട്ട് ഉപയോഗിക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം നല്ലതായിട്ട് വായിക്കുന്ന ഒരാളാണെങ്കിൽ, നമ്മളിപ്പോൾ ഒരു കോൺവെർസേഷനിലൊക്കെ ഏർപ്പെടുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ആ ഒരു നോളേജ് യൂസ് ചെയ്ത് നമ്മളെ ലാംഗ്വേജ് ഒന്നും കൂടി ഇമ്പ്രൂവ് ചെയ്ത് നമുക്ക് പറയാം. അപ്പം ആസ് ആൻ ഓർണമെൻറ്റ് നമ്മൾ എങ്ങനെയാണോ ഒരു ജ്വല്ലറി യൂസ് ചെയ്യുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു ഇതുണ്ടാവില്ല സൊസൈറ്റിയിൽ, അത് നമുക്ക് ആസ് ആൻ ഓർണമെൻറ്റ് അതുപോലെ തന്നെ നമുക്ക് ലാംഗ്വേജും യൂസ് ചെയ്യാം എന്നാണ് പറയുന്നത്. ആൻഡ് തേർഡ് വൺ എന്ന് പറയുന്നത് എബിലിറ്റിയാണ്. നമ്മളിപ്പോൾ നന്നായിട്ട് പഠിക്കുക അല്ലെങ്കിൽ വായിക്കുന്ന ഒരാളാണെങ്കിൽ നമ്മളെ എബിലിറ്റി അത് കൂട്ടും, പ്രാക്ടിക്കൽ എബിലിറ്റിയെ. അതായത് പഠിക്കുക എന്നുള്ളത് നമുക്ക് ഒരു എബിലിറ്റി തരുന്ന ഒരു സംഭവം കൂടിയാണ്. ബാക്കി നോക്കാം. ടു സ്പെൻഡ് ടു മച്ച് ടൈം ഇൻ സ്റ്റഡീസ് ഈസ് സ്ലോത്ത് എന്നാണ് പിന്നെ ബേക്കൻ പറയുന്നത്. അതായത് ഒരുപാട് സമയം നമ്മൾ പഠിക്കുകയാണെങ്കിൽ അതൊരു സ്ലോത്താണ്, അതായത് ഒരു ലേസിനെസ് ആണ്. അതല്ലെങ്കിൽ നമ്മളതെന്താക്കും, ഒരു ലേസി പേഴ്സണാക്കി മാറ്റും. അതായത് നമ്മളൊരു റീസണബിൾ ടൈം മാത്രമാണ് ഡിലൈറ്റിന് വേണ്ടിയിട്ടാണെങ്കിലും ഓർണമെൻറ്റിന് വേണ്ടിയിട്ടായാലും എബിലിറ്റിക്ക് വേണ്ടിയിട്ടാണെങ്കിലും നമ്മൾ പഠിക്കുന്നത് ഒരു റീസണബിൾ ടൈമിന് മാത്രമായിരിക്കണം. അല്ലെങ്കിൽ ഡിലൈറ്റ് ചെയ്യുന്നതിന് പകരം നമ്മളെ അതെന്താക്കി മാറ്റും, ലേസി പേഴ്സണാക്കി മാറ്റും. പിന്നെയോ ഓർണമെൻറ്റ് ആയിട്ട് ഉപയോഗിക്കുന്നതിന് പകരം വെറും ഒരു ഷോ ഓഫായി മാറും. ലൈക്ക് നമ്മളെപ്പോഴും ഇങ്ങനെ യൂസ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണെങ്കിൽ അത് ആൾക്കാർക്ക് അതൊരു ഷോ ഓഫ് പോലെ തോന്നും, എഫക്റ്റേഷനായി തോന്നും, ഓൺലി ഫോർ ഇംപ്രസിങ് എന്നുള്ളൊരു ഇത് വരും. ദെൻ തേർഡ് വൺ ആയിട്ട് എബിലിറ്റി പറഞ്ഞിരുന്നു അല്ലേ. സോ നമ്മൾ ജഡ്ജ്മെൻറ്റിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ റീഡിംഗ് എന്ന് പറയുന്നുണ്ട്. പക്ഷെ നമുക്ക് ഒരിക്കലും ഫുൾ ടൈം ഇങ്ങനെ ഒരു ബുക്ക് നോക്കിയിട്ട് അതിൻ്റെ ഫോളോ ചെയ്തിട്ട് ജീവിക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ എപ്പോഴും അതിൻ്റെ ബേസിൽ നമുക്ക് ജഡ്ജ്മെൻറ്റ് നടത്താൻ വേണ്ടി പറ്റില്ല. സോ അതാണ് ഇവിടെ പറയുന്നത്. അതായത് ഡിലൈറ്റ്, ഓർണമെൻ്റ് ആൻഡ് എബിലിറ്റി സെർവ് ചെയ്യുന്നു സ്റ്റഡീസ് എന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ ഒരുപാട് നേരം പഠിക്കുന്നത് ഒരു സ്ലോത്ത് ആണെന്ന് പറഞ്ഞു.
ദെൻ ഫ്രാൻസിസ് ബേക്കൺ പറയുന്നത് സ്റ്റഡിയും എക്സ്പീരിയൻസും മസ്റ്റ് ഗോ ഹാൻഡ് ഇൻ ഹാൻഡ് എന്നാണ്. ദെൻ അതിനുശേഷം ടു പ്രസൻറ്റ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ നേച്ചർ ഓർ ഇൻഹെറിറ്റൻറ്റ് ക്വാളിറ്റീസ് ഓഫ് മാൻ ആൻഡ് സ്റ്റഡീസ് ബേക്കൺ യൂസ്ഡ് എ സിമിലി. ഇവിടെ ഒരു സിമിലി കൊണ്ടുവരുന്നുണ്ട് ബേക്കൺ. അതെന്താണെന്ന് നമുക്ക് നോക്കാം. ഹി കമ്പയർഡ് നാച്ചുറൽ എബിലിറ്റീസ് വിത്ത് എ നാച്ചുറൽ വൈൽഡ് പ്ലാന്റ്. അതായത് ഒരു വ്യക്തിയുടെ നാച്ചുറൽ എബിലിറ്റീസിനെ നാച്ചുറൽ വൈൽഡ് പ്ലാന്റ് ആയിട്ടാണ് ഇവിടെ ബേക്കൺ കമ്പയർ ചെയ്തിട്ടുള്ളത്. അതെന്താണെന്ന് നോക്കാം. Plants which are left to nature will soon grow out of shape if they are not subjected to regular pruning. Only proper trimming can keep them shape. അതായത് നമ്മളിപ്പോൾ ഒരു വൈൽഡ് ട്രീ ആണ് അല്ലെങ്കിൽ വൈൽഡ് പ്ലാന്റിനെ നോക്കാം. അതെങ്ങനെയാണ്? അതിനാരും കട്ട് ചെയ്ത് കൊടുക്കാനും പ്രൂൺ ചെയ്യാനും ഒന്നും പോകുന്നില്ല. അപ്പോൾ എന്തായിരിക്കും? ഒരു ഔട്ട് ഓഫ് ഷേപ്പിലായിരിക്കും ഉണ്ടാവുക. നേരെ മറിച്ച് നമ്മളെ ഗാർഡനിലെ ഒരു ചെടിയൊക്കെ ആണെങ്കിൽ നമ്മളത് കട്ട് ചെയ്ത് കൊടുക്കുകയും പ്രൂൺ ചെയ്ത് കൊടുക്കുകയൊക്കെ ചെയ്യുമല്ലോ. അതുകൊണ്ട് തന്നെ അതിന് നല്ലൊരു ഷേപ്പ് ഉണ്ടാവും. അതുപോലെയാണ് എന്ത് എന്നാ പറയുന്നത്? നമ്മുടെ ഇൻഹെറിറ്റൻറ്റ് ക്വാളിറ്റീസ്. പിന്നെ ബേക്കൺ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രാഫ്റ്റി മെൻ കണ്ടം സ്റ്റഡീസ്, സിമ്പിൾ മെൻ അഡ്മയർ ദം ആൻഡ് വൈസ് മാൻ യൂസ് ദം. അതായത് ക്രാഫ്റ്റി മെൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ആളുകൾ. അവരെന്ത് ചെയ്യാണ്? സ്റ്റഡീസിനെ കണ്ടംപ്റ്റ് ചെയ്യാണ്. ദേ നെവർ കൺസിഡർ ബുക്ക് യൂസ്ഫുൾ ടു ദം. അതായത് ആ ഇൻ്റലിജൻറ്റ് പീപ്പിളിന് അവർ ഓൾറെഡി ഇൻ്റലിജൻ്റ് ആണല്ലോ, അവർക്ക് എന്താണ് പഠിക്കണം അങ്ങനെയുള്ള ചിന്തകളൊന്നുമില്ല. അവർക്ക് ഒരിക്കലും ബുക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നില്ല. പിന്നെയോ സിമ്പിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? അത്ര ഇൻ്റലിജൻ്റ് അല്ലാത്ത പേഴ്സൺസിനെയാണ് ഇവിടെ സിമ്പിൾ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സിമ്പിൾ മെൻ അഡ്മയർ ദം. എന്താണ്? സിമ്പിളായിട്ടുള്ള ആളുകൾ എന്ത് ചെയ്യും? ബുക്കിനെ എന്ത് ചെയ്യും? അഡ്മയർ ചെയ്യും. പിന്നെയോ വൈസ് മാൻ, ബുദ്ധിമാനായിട്ടുള്ള ആളുകൾ എന്താ ചെയ്യുക? ഈ ബുക്സിനെ എന്ത് ചെയ്യും? യൂസ് ചെയ്യും. സോ എന്താണ്? ഇതൊരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് ആണ്. ക്രാഫ്റ്റി മെൻ കണ്ടം സ്റ്റഡീസ്, സിമ്പിൾ മെൻ അഡ്മയർ ദം ആൻഡ് വൈസ് മെൻ യൂസ് ദം. പിന്നെ ബേക്കൺ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബുക്കിലുള്ള കാര്യങ്ങൾ അങ്ങനെ തന്നെ ടേക്കൺ ഫോർ ഗ്രാൻഡഡ് ആയിട്ട് എടുക്കരുത്, അപ്പം അങ്ങനെ തന്നെ ബിലീവ് ചെയ്യരുത് എന്നാണ്. നമ്മളെപ്പോഴും ബുക്സ് വായിക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അതിനെക്കുറിച്ച് സംസാരിക്കുകയും പിന്നെ ഡിസ്കഷൻ കണ്ടക്ട് ചെയ്യുകയൊക്കെ ചെയ്യണം. അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യരുത്? ഒരു ബുക്കിനൊരു പ്രജുഡീസ് മൈൻഡോടുകൂടി മുൻവിധികളോടുകൂടി സമീപിക്കരുത്. നമ്മളെപ്പോഴും ഒരു ഓപ്പൺ ആൻഡ് അലേർട്ട് മൈൻഡോടുകൂടി ആയിരിക്കണം ഒരു ബുക്കിനെ അപ്രോച്ച് ചെയ്യേണ്ടത്. നമ്മുടെ വ്യൂ പോയിന്റിനെക്കാട്ടും വളരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള വ്യൂസ് ആയിരിക്കും ചിലപ്പോൾ ഒരു ബുക്കിലുണ്ടാവുക. പക്ഷെ നമ്മളൊരിക്കലും എന്ത് ചെയ്യരുത്? ബുക്കിനെ എന്ത് ചെയ്യരുത്? കണ്ടം ചെയ്യരുത്. അതായത് നമ്മളൊരിക്കലും ബുക്കിനെ കുറ്റപ്പെടുത്തരുത്. അതിന് വേറെ നമുക്കൊരു മെച്യൂർ തോട്ട് ഉണ്ടാവണം. ടു ട്രൈ ടു മേക്ക് പ്രോപ്പർ അനാലിസിസ് ആൻഡ് എക്സ്പ്ലനേഷൻ. ആ ഒരു ബുക്കിനെ കുറിച്ചുള്ള ഒരു പ്രോപ്പർ അനാലിസിസും എക്സ്പ്ലനേഷനൊക്കെ ചെയ്യാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടാവണം, ഒരു മെച്യൂർ മൈൻഡ്. പിന്നെ ബേക്കൺ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സം ബുക്സ് ആർ ടു ബി ടേസ്റ്റഡ്, അതേഴ്സ് ടു ബി swallowed and some few to be chewed and digest. ഇതിലൂടെ എന്താണ് ബേക്കൺ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ബുക്സ് എന്ന് പറയുന്നത് ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രമുള്ളതാണ്. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വായിക്കാം, ജസ്റ്റ് ഫുള്ളി വായിക്കേണ്ട ആവശ്യമില്ല. ആൻഡ് സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ചില ബുക്സ് എന്ന് പറയുന്നത് സ്വാളോ ചെയ്യപ്പെടേണ്ടതാണ്. റീഡ് കംപ്ലീറ്റ്ലി വിത്ത് ലെസ് അറ്റൻഷൻ, ഹറീഡ് റീഡിങ് ഒക്കെയാണ് അവിടെ സൂചിപ്പിക്കുന്നത്. അതിലധികം തോട്ട്സ് കൊടുക്കേണ്ട കാര്യമില്ല. ആൻഡ് സം ടു ബി ച്യൂഡ് ആൻഡ് ഡൈജസ്റ്റ്. പക്ഷേ ചില ബുക്സ് എന്താണ് നന്നായി ചവച്ചരച്ച് വായിക്കേണ്ടതായിട്ടുണ്ട്. അതായത് ലൈൻ ബൈ ലൈൻ നമ്മൾ എന്ത് ചെയ്യണം? ചില ബുക്സ് വായിക്കേണ്ടി വരും, ഫുള്ളി നമ്മൾ വായിക്കേണ്ടി വരും. പിന്നെ ബേക്കൺ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സമ്മറീസ് ആൻഡ് എക്സ്ട്രാക്ട്സ് ഓഫ് ബുക്സ് ആർ ഓൾവേസ് ടേസ്റ്റ്ലെസ്. ബേക്കൺ കമ്പയർഡ് ദം with distilled water, equally tasteless but of course equally hygienic. പിന്നെ പറയുന്നത് നമ്മൾ ചില സമയത്ത് ഒരു ബുക്ക് വായിക്കാൻ മടിയായതുകൊണ്ട് അല്ലെങ്കിൽ ഒരു ബുക്ക് നമ്മളിപ്പം ചില സിലബസിലുള്ള കാര്യങ്ങളൊക്കെ നമ്മളെല്ലാം അങ്ങനെ വായിക്കണം എന്നില്ല, നമ്മൾ ഇൻസ്റ്റഡ് സമ്മറീസ് കേൾക്കുകയൊക്കെ ചെയ്യൂലേ. അപ്പോൾ അങ്ങനെ സമ്മറീസ് കേൾക്കുന്നത് അല്ലെങ്കിൽ അങ്ങനെ വായിക്കുന്നത് എന്താണ്? ടേസ്റ്റ്ലെസ് റീഡിംഗ് ആണെന്നാണ് പറയുന്നത്. ആ ഒരു റീഡിങ്ങിനെ എന്തുമായിട്ടാണ് കമ്പയർ ചെയ്തിട്ടുള്ളത്? ഡിസ്റ്റിൽഡ് വാട്ടറുമായിട്ടാണ് കമ്പയർ ചെയ്തിട്ടുള്ളത്. ബോത്ത് ആർ ടേസ്റ്റ്ലെസ് ബട്ട് ഓഫ് കോഴ്സ് ഹൈജീനിക്. നമുക്കറിയാം ഡിസ്റ്റിൽഡ് വാട്ടർ എന്താണ്? ഹൈജീനിക്കാണ്. സോ സമ്മറീസിനെ എന്തുമായിട്ടാണ് കമ്പയർ ചെയ്തിട്ടുള്ളത്? ഡിസ്റ്റിൽഡ് വാട്ടറുമായിട്ടാണ്. ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കണേ.
പിന്നെ ബേക്കൺ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റീഡിങ് മേക്സ് എ ഫുൾ മാൻ, കോൺഫിഡൻസ് എ റെഡി മാൻ, ആൻഡ് റൈറ്റിംഗ് ആൻ എക്സാക്ട് മാൻ. And if a man write little, he have a great memory. If he confer little, he need a present wit. And if he read little, he had need have much cunning to seem to know the he doth not. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റീഡിങ് എന്താണ്, ഒരു മനുഷ്യനെ ഒരു ഫുൾ മാൻ ആക്കി മാറ്റുന്നതാണ് ബേക്കൺ പറയുന്നത്. പിന്നെ എന്താ പറയുന്നത്, കോൺഫിഡൻസ്, അതായത് ഈ ഒരു ഡിസ്കഷൻ, അതായത് നമ്മുടെ അറിയാവുന്ന കാര്യങ്ങൾ, ഇപ്പോൾ ഡിസ്കഷൻ ആയിക്കോട്ടെ, ഡിബേറ്റ് ആയിക്കോട്ടെ, എന്തായിക്കോട്ടെ, അതെന്താക്കും ഒരു മനുഷ്യനെ റെഡി മാൻ ആക്കും, അതായത് എന്തിനും റെഡി ആക്കും എന്നാണ് പറയുന്നത്. ആൻഡ് റൈറ്റിംഗ് എന്താണ്, ഒരു എക്സാക്റ്റ് മാൻ ആക്കും എന്നാണ് പറയുന്നത്. പിന്നെ എന്താ പറയുന്നത്, ഇപ്പോൾ ഒരാൾ കുറച്ച് മാത്രമാണ് എഴുതുന്നതെങ്കിലും, അപ്പോൾ ഒരാൾ എല്ലാ കാര്യങ്ങളും എഴുതി വെക്കുന്നുണ്ട്, അയാൾ ഒരു സിസ്റ്റമാറ്റിക് മാൻ ആയിരിക്കും എന്നാണ് പറയുന്നത്, ഒരു എക്സാക്ട് മാൻ. അപ്പോൾ ഇപ്പോൾ ഒരാൾ കുറച്ചാണ് എഴുതുന്നതെങ്കിൽ അയാൾ എന്തായിരിക്കും, അയാൾക്ക് എന്തായിരിക്കും, ഗ്രേറ്റ് മെമ്മറി ഉണ്ടാവും, അയാൾക്ക് നല്ലൊരു മെമ്മറി ഉണ്ടായിരിക്കും എന്നാണ് ബേക്കൺ പറയുന്നത്. അതുപോലെ തന്നെ ഒരാളിപ്പോൾ കുറച്ച് മാത്രമാണ് ഡിസ്കഷൻ നടത്തുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഡിബേറ്റ് പോലത്തെ അല്ലെങ്കിൽ കോൺഫറൻസ് ഒക്കെ കുറച്ച് നടത്തുന്ന ഒരാൾ ആണെങ്കിൽ അയാൾക്ക് എന്തായിരിക്കും, അയാൾക്ക് നല്ലൊരു വിറ്റ്, നല്ലൊരു ഇൻ്റലിജൻസ് അയാൾക്ക് ഉണ്ടാവും. പിന്നെയോ കുറച്ച് മാത്രം വായിക്കുന്ന ഒരാളാണെങ്കിൽ എന്തായിരിക്കും, അയാൾ എന്തായിരിക്കണം, ഒരു കണ്ണിങ് പേഴ്സൺ ആയിരിക്കണം. അയാൾക്ക് അറിയാത്ത കാര്യങ്ങൾ, അയാൾ വായിച്ചിട്ടില്ലാത്ത കാര്യങ്ങൾ അറിയും, അല്ലെങ്കിൽ ഇല്ലാത്ത നോളജ് ഉണ്ടെന്ന് അയാൾ എന്തായിരിക്കണം, എപ്പോഴും അഭിനയിക്കണം. അയാളൊരു കണ്ണിങ് പേഴ്സൺ ആയിരിക്കണം. പിന്നെ ബേക്കൺ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എക്സാക്റ്റ് മോഡ് ഓഫ് സ്റ്റഡി എന്ന് പറയുന്നത് ഓൾവേസ് റീഡിങ് ബുക്സ്, മേക്കിംഗ് ഡിസ്കഷൻ വിത്ത് അതേഴ്സ് ഒക്കെ കൂടി ചേരുന്നതാണ് ഒരു എക്സാക്റ്റ് മോഡ് ഓഫ് സ്റ്റഡി എന്ന് പറയുന്നത്. പിന്നെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റീഡിങ് മേക്സ് എ ഫുള്ളി മാൻ, ഞാൻ നേരത്തെ പറഞ്ഞു, എ മാൻ വിത്ത് ഫുള്ളി ഡെവലപ്ഡ് പവർ ഓഫ് മൈൻഡ്, നോളജ് ആൻഡ് ഇൻഫർമേഷൻ. അവർക്ക് ഫുള്ളി ഡെവലപ്ഡ് ആയിട്ടുള്ള മൈൻഡ് ഉണ്ടാവും, നോളജ് ഉണ്ടാവും, ഇൻഫർമേഷനും ഉണ്ടാവും. പിന്നെ പറയുന്നത് എന്താ, കോൺവേഴ്സേഷൻസ് ആൻഡ് ഡിസ്കഷൻസ് വിത്ത് അതേഴ്സ് അബൌട്ട് വാട്ട് ഹി ഹാസ് റെഡ് സിംപ്ലി ഷാർപ്പൻ ആൻഡ് ഫർണിഷ് എ മാൻസ് വിറ്റ്. ഇറ്റ് മേക്സ് ഹിം എ റെഡി മാൻ, എ മാൻ ഹു ക്യാൻ ഗിവ് ക്വിക്ക് ആൻഡ് ആപ്റ്റ് റിപ്ലൈ അക്കോർഡിംഗ് ടു ദ ഒക്കേഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ, റീഡിങ് ഉണ്ടെങ്കിൽ ഫുള്ളി മാൻ ആക്കുന്നത് നമ്മൾ പറഞ്ഞു. പിന്നെ നമ്മൾ പറഞ്ഞു കോൺവെർസേഷൻ ആൻഡ് ഡിസ്കഷൻ അബൌട്ട് വാട്ട് ഹി ഹാസ് സിംപ്ലി റെഡ്, അതായത് താൻ എന്താണോ വായിച്ചതിനെ കുറിച്ചൊരു കോൺവെർസേഷനും ഡിസ്കഷനും നടത്തുന്ന ആൾക്ക് എന്താണ്, അതൊരു മനുഷ്യൻ്റെ ഇൻ്റലിജൻസിനെ ഷാർപ്പൻ ചെയ്യാൻ സഹായിക്കുന്നു, ഫേർണിഷ് ചെയ്യാൻ സഹായിക്കുന്നു എന്നാണ് പറയുന്നത്. അതിലൂടെ എന്താണ്, ഒരു എന്നെ റെഡി മാൻ ആക്കാൻ, എന്തിനും തയ്യാറാക്കുന്നു എന്നാണ് പറയുന്നത്. അതിലൂടെ അങ്ങനെ ചെയ്യുന്നതിലൂടെ എന്താണ്, അല്ലെങ്കിൽ ഒരു ഡിസ്കഷൻ നടത്തുന്നതിലൂടെ എന്ത് സംഭവിക്കുന്നു, എ മാൻ ഹു ക്യാൻ ഗിവ് ക്വിക്ക് ആൻഡ് ആപ്റ്റ് റിപ്ലൈ അക്കോർഡിംഗ് ടു ദ ഒക്കേഷൻ. സന്ദർഭത്തിന് അനുയോജിച്ചിട്ടൊരു ക്വിക്കും ആപ്റ്റുമായിട്ടുള്ള റിപ്ലൈ കൊടുക്കാൻ അവർക്ക് സാധിക്കുന്നു. പിന്നെ ഇപ്പോൾ ഒരു ആൾ താൻ കേട്ട കാര്യങ്ങൾ അല്ലെങ്കിൽ വായിക്കുന്ന കാര്യങ്ങൾ കറക്റ്റായിട്ട് എഴുതി വെക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് എന്താണ്, ആ ഒരു ഐഡിയാസ് പെർമനൻ്റ്ലി തൻ്റെ മെമ്മറിയിൽ ഫിക്സ് ചെയ്യാൻ പറ്റുന്നു എന്നാണ് പറയുന്നത്. The habit of writing makes a man precise or accurate even to the minor details. In fact, the habit of writing down the notes fixes the ideas permanently in the memory. Then Bacon says that histories make men wise, poetry witty, the mathematics subtle, natural philosophy deep, moral grave, logic and rhetoric able to content. എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹിസ്റ്ററി ഇപ്പോൾ ഒരാൾ പഠിക്കുകയാണെങ്കിൽ ആ ആളെ വൈസ് മാൻ ആക്കാനും ഹിസ്റ്ററി സഹായിക്കുന്നുണ്ട്. പിന്നെ പോയട്രി അല്ലെങ്കിൽ പോയറ്റ്സ് നമ്മൾ പഠിക്കുകയാണെങ്കിൽ നമ്മളെ എന്താണ് വിറ്റി ആക്കാൻ, നമ്മളെ ഇൻ്റലിജൻ്റ് ആക്കാൻ അത് സഹായിക്കുന്നുണ്ട്. പിന്നെ മാത്തമാറ്റിക്സ് ആണ് പഠിക്കുന്നതെങ്കിൽ അത് നമ്മൾ എന്താക്കുന്നു, സട്ടിലാക്കുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്താണ്, മാത്തമാറ്റിക്സ് നമുക്കറിയാം ഒരുപാട് പ്രോബ്ലം സോൾവിങ് വരുന്നുണ്ട്, അങ്ങനെ ഡീപ്പായിട്ടുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. അതൊക്കെ സൂക്ഷ്മമായിട്ടുള്ള കാര്യങ്ങളാണ്. അത് നമ്മൾ എന്താക്കി മാറ്റുന്നു, സട്ടിലാക്കി മാറ്റുന്നു. ദെൻ നാച്ചുറൽ ഫിലോസഫി പഠിക്കുകയാണെങ്കിൽ നമ്മളെ ഡീപ്പാക്കാനും ഇത് ഹെൽപ്പ് ചെയ്യുന്നു. പിന്നെ നമ്മൾ മോറലായിട്ടുള്ള കാര്യങ്ങളാണ് പഠിക്കുന്നതെങ്കിൽ അത് നമ്മളെ ഗ്രേവ് ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നു. ഇവിടെ ഗ്രേവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സീരിയസ് എന്നുള്ള മീനിങ് ആണ്. പിന്നെ നമ്മളിപ്പോൾ ലോജിക് ആൻഡ് റെട്ടറിക് ആണ് പഠിക്കുന്നെങ്കിൽ ദാറ്റ് വിൽ മേക്ക് അസ് ഓർ ദാറ്റ് വിൽ
ബ്രിങ് ദ എബിലിറ്റി ടു കണ്ടക്ട്, അതായത് ഡിബേറ്റ് നടത്താൻ, ആർഗ്യൂ ചെയ്യാനുള്ള നമ്മുടെ പവർ അല്ലെങ്കിൽ കപ്പാസിറ്റീനൊക്കെ അത് കൂട്ടാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ ബേക്കൻ ഇവിടെ ഒരു ലാറ്റിൻ സെയിങ്സിനെ കുറിച്ച് പറയുന്നുണ്ട്. അതിൻ്റെ കറക്റ്റ് പ്രൊനൗൺസിയേഷൻ ഇത് തന്നെയാണോ എന്ന് എനിക്കറിയില്ല, എന്നാലും പറയാം. എബിയൻറ്റ് സ്റ്റുഡിയ ഇൻ മോറസ്, വിച്ച് മീൻസ് സ്റ്റഡീസ് പാസ് ഇൻ ടു അവർ ക്യാരക്ടേഴ്സ്. ഇവിടെ ഒന്ന് ഓർത്ത് വയ്ക്കുക. പിന്നെ ബേക്കൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എങ്ങനെയാണോ റൈറ്റ് കൈൻഡ് ഓഫ് ഫിസിക്കൽ എക്സസൈസ് കൊണ്ട് നമ്മുടെ അസുഖങ്ങളൊക്കെ കുറയുന്നത്, അതുപോലെ റൈറ്റ് കൈൻഡ് ഓഫ് സ്റ്റഡീസിന് നമ്മുടെ മനസ്സിൻ്റെ ഇൽനെസ്സും ക്യൂർ ചെയ്യാനുള്ള കഴിവുണ്ട് എന്ന് പറയുന്നുണ്ട്. പിന്നെ ബേക്കൻ ഇവിടെ പറയുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബൗളിങ്ങിനെ കുറിച്ചും ഷൂട്ടിങ്ങിനെ കുറിച്ചും ജെൻറ്റിൽ വാക്കിങ്ങിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. ബൗളിംഗ് ഈസ് ഗുഡ് ഫോർ ദ സ്റ്റോൺ ആൻഡ് റെയിൻസ്, ഷൂട്ടിംഗ് ഈസ് ഗുഡ് ഫോർ ലങ്സ് ആൻഡ് ബ്രസ്റ്റ്, ജെൻറ്റിൽ വാക്കിംഗ് ഈസ് ഗുഡ് ഫോർ ദ സ്റ്റൊമക്ക്, റൈഡിങ് ഈസ് ഗുഡ് ഫോർ ദ ഹെഡ്. അതായത് ബൗളിംഗ് എന്ത് ചെയ്യാണ്, കിഡ്നിക്കും ബ്ലാഡറിനും നല്ലതാണ്. ഷൂട്ടിംഗ് എന്താണ്, ലങ്സിനും ബ്രസ്റ്റിനും നല്ലതാണ്. അതുപോലെ ജെൻറ്റിൽ വാക്കിംഗ് സ്റ്റൊമക്കിനും റൈഡിങ് ഹെഡിനും നല്ലതാണെന്ന് ബേക്കൻ പറയുന്നുണ്ട്. പിന്നെ ബേക്കൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരാളുടെ മനസ്സ് വാൻഡറിങ്ങിലാണ്, അലഞ്ഞു നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള ഒരു വ്യക്തിയാണെങ്കിൽ അവർക്ക് എന്ത് ചെയ്യണം, അവരോട് എന്ത് ചെയ്യണം, മാത്തമാറ്റിക്സ് പഠിക്കാൻ വേണ്ടി പറയണം. കാരണം മാത്തമാറ്റിക്സ് നമുക്കറിയാം, ഒരുപാട് പ്രോബ്ലം സോൾവിങ് വരുന്നുണ്ട്, ഡീപ്പ് തിങ്കിങ് വരുന്നുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞത് നമ്മളെ സട്ടിലാക്കാൻ സഹായിക്കുന്നു എന്നൊക്കെ. അങ്ങനെ നമ്മുടെ മനസ്സിങ്ങനെ വാൻഡറിങ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ അവരോട് എന്ത് പഠിക്കാൻ പറയണം, മാത്തമാറ്റിക്സ് പഠിക്കാൻ വേണ്ടി പറയണം എന്നാണ് പറയുന്നത്. പിന്നെ ഒരു വ്യക്തിയാണ്, അദ്ദേഹത്തിന് സംഭവങ്ങൾ നമ്മൾ ഡിസ്റ്റിങ്വിഷ് ചെയ്യാനുള്ള കഴിവില്ല, അല്ലെങ്കിൽ ഡിഫർ ചെയ്യാനുള്ള കഴിവില്ല എന്നുണ്ടെങ്കിൽ അവരോട് സ്കൂൾ മെന്നെ സ്റ്റഡി ചെയ്യാൻ വേണ്ടിയാണ് പറയുന്നത്. സ്കൂൾ മെൻ ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മിഡിൽ ഏജസിലുണ്ടായിരുന്ന ഫിലോസഫേഴ്സാണ്. അവർ സിമിനി സെക്ടേഴ്സ് എന്നാണ് പറയുന്നത്. കാരണം ഹെയർ സ്പ്ലിറ്റേഴ്സ് അത്രയും സൂക്ഷ്മമായിട്ടാണ് അവർ ഓരോ കാര്യങ്ങളും മൈന്യൂട്ടായിരിക്കും അവർ പഠിക്കുന്നത്, അല്ലെങ്കിൽ അനലൈസ് ചെയ്യുക. അപ്പോൾ അവരുടെ സ്റ്റഡിയൊക്കെ പഠിക്കാനാണ് ഈ ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ കഴിയാത്ത ആളുകളോട് ബേക്കൻ പറയുന്നത്. ഇനി മൂന്നാമത്തെ കാറ്റഗറി ആളുകളോട് പറയുന്നത് എന്താണെന്ന് നോക്കാം. ഈ കാറ്റഗറിയിൽ വരുന്ന ആൾ ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, സ്വന്തമായി കാര്യങ്ങൾ ലോജിക്കലി അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റാത്ത ആളുകൾ, അല്ലെങ്കിൽ കാരണം എഫക്റ്റ് ഒന്നും മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു വ്യക്തിയാണ് എങ്കിൽ അവരോട് ലോയേഴ്സ് കേസ് പഠിക്കാനാണ് പറയുന്നത്. നമുക്കറിയാം ലോയേഴ്സ് എങ്ങനെയാണ്, വക്കീലൊക്കെ എങ്ങനെയാണ് ഒരുപാട് കേസ് പഠിക്കുന്നുണ്ട്, അതിൻ്റെ ഡീപ്പായിട്ട് അനലൈസ് ചെയ്തിട്ടാണ് അവർ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. സോ നിങ്ങൾക്കങ്ങനെ ലോജിക്കലി കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള കഴിവില്ല എങ്കിൽ, എന്താണ് എഫക്റ്റും കോസും ഒന്നും മനസ്സിലാവുന്നില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ലോയേഴ്സ് കേസസ് ആണ് പഠിക്കേണ്ടത്. പിന്നെ ബേക്കൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വേരിയസ് ഡിഫക്ട്സ് ഓഫ് മൈൻഡ് ക്യാൻ ബി റിമൂവ്ഡ് ഓർ ക്യൂർഡ് ബൈ പ്രോപ്പർ കൈൻഡ് ഓഫ് സ്റ്റഡി. അതായത് കറക്റ്റായിട്ടുള്ളൊരു സ്റ്റഡി ഉണ്ടെങ്കിൽ മനസ്സിൻ്റെ വ്യത്യസ്ത ഡിഫക്ട്സ് നമുക്ക് എന്താക്കാം, മാറ്റിയെടുക്കാം, ഭേദപ്പെടുത്തിയെടുക്കാം എന്നാണ് പറയുന്നത്. സോ ഇതോടുകൂടിയാണ് ഈ ഒരു എസ്സേ അവസാനിക്കുന്നത്. എസ്സേയിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. വളരെ സിമ്പിൾ ലാംഗ്വേജിൽ എഴുതിയ ഒരു എസ്സേ ആണ്. എല്ലാവരും ഈ ഒരു എസ്സേ എന്തായാലും വായിക്കണം. ജസ്റ്റ് സമ്മറി മാത്രം കേട്ടാൽ പോരാ, ഡെഫിനറ്റ്ലി നിങ്ങൾ പോയിട്ട് ഈ ഒരു എസ്സേ വായിക്കണം. വളരെ സിമ്പിളായിട്ടുള്ള എസ്സേ ആണ്, വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവും.